ഹായ് കൂട്ടുകാരി. അപ്പോൾ നമ്മളിതാ പോത്തിനെ വിട്ടിട്ടുണ്ട് കേട്ടോ. പോത്തിതപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ മുന്നേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മേയ്ക്കാൻ കൊണ്ടുവരുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വീഡിയോസായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ പശുവിൻ്റെ പാല് കറക്കുന്നതും സൊസൈറ്റിയിൽ കൊണ്ട് ഒഴിക്കുന്നതും അതുപോലെ പശുക്കളുടെ വിവരങ്ങളും. പിന്നെ രണ്ടാമതായിട്ടാണ് നമ്മൾ പോത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ പോത്തുകൾ മേയാൻ പോകുന്നത്, അതുപോലെ തന്നെ അവരിൻ്റെ ഓരോ കുസൃതികളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മുടെ പോത്ത് ജീവിതം വ്ളോഗുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ പോത്തപ്പന്മാർ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ, പുളിമനം പൊറ്റ എന്നാണ്. ഇതിൻ്റെ ഉള്ളിലാണ് മേയ്ക്കാൻ വിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാം. മിക്കൂസ് അപ്പൂൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഞാനെന്താ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പോത്തപ്പന്മാർ ഇവിടെ മേയുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇതിൻ്റെ ഉള്ളിൽ മേയുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടതാ. നമ്മുടെ പോത്തുക്കുട്ടന്മാരതാ കണ്ടില്ലേ. അവന്മാർ എവിടെ വിട്ടാലും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മേയും കേട്ടോ. അതിന് മേയാൻ എവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടേ അപ്പോൾ ഇങ്ങനത്തെ ഒരു വഴി കൂടെയൊക്കെ പോകും നമ്മൾ. അതുകൊണ്ട് ഇവിടെ ഫുൾ വീടുകളാണ്. അതുകൊണ്ട് ഇവിടെ ഫുൾ പച്ചപ്പാണ്. അവർക്ക് മേയാനുള്ളത് ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് അവർ ഇവിടെ വന്ന് ഡെയിലി ഇവിടെ മേയാൻ വരും. കണ്ട ഇങ്ങനത്തെ പുല്ലുകൾ വരും. നമ്മുടെ പോത്തുകൾ നിൽക്കുന്നുണ്ട. പോത്തപ്പന്മാർ ഇപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. പിന്നെ നമ്മളുടെ ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാം. എൻ്റെ പോത്തുകൾ മീൻ വേണ്ട, ഗുണ്ടം പോത്തും ചെള്ളിപ്പോത്തൊക്കെ വേണ്ട. ഇതാണ്ട സ്വന്തമാ പോത്തുകൾ വരുന്നത്. ഇവിടെയും മേയാനൊന്നും ഇല്ല. ഇപ്പോൾ ഇതേ ഒരു തരം വള്ളിപ്പുല്ലൊക്കെ അത് ഇട്ടിട്ട് പടാ ഇവൻ കുത്താൻ വേണ്ടി കൊണ്ട് പറയണ്ടായിരുന്നു. ഇവനിപ്പോൾ ഇവർക്ക് വളരും തോറും കുത്താനുള്ള ടെൻഡൻസി കൂടുതൽ. പോത്തുകളൊന്നും ക്ഷീണിച്ച പോലെ ഉണ്ട് അല്ലേ. ഇത് പനി വന്നിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ഒരു ക്ഷീണമാണ് കാണുന്നത്. ഗുണ്ടന് പിന്നെ ഒരു മെലിവും ഇല്ല. മെലിവ് മൊത്തം ഇവർക്കാണ്. മെലിവ് ഇവർ രണ്ടാൾക്കുമാണ് കേട്ടോ. ചെറിയൊരു മെലിച്ചൽ. ഫുഡൊക്കെ കഴിച്ച് എനിക്ക് പേടിയാണ്. പോ കുത്തിയാലേ കുട്ടിനെ മാറ്റി. എത്ര നമ്മൾ വളർത്തുന്ന പോത്താണ് പശുവാണ് കൊണ്ടൊന്നും കാര്യമില്ല. കുത്തിയ തന്നെ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കുറച്ച് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പശു അവിടെ ഒരാളിനെ കുത്തിയിട്ട് അയാൾ മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കതിന് ശേഷം ഭയങ്കര പേടിയാണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അതുകൊണ്ട് നിൽക്കുകയൊക്കെ പോത്തിൻ്റെ അടുത്തും പശുവിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മളതിനെ നന്നായി ശ്രദ്ധിക്കും, പിടിക്കുകയൊക്കെ ചെയ്യും. അവർ മൃഗങ്ങളാണ്, അവർക്കറിയില്ല. ഇനിയിപ്പോൾ അവർ കുത്തിയെടുക്കുക ചെയ്തിട്ട് പിന്നെ നമ്മൾ അവരെ തല്ലിയിട്ടും കൊന്നിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളുടെ സേഫ്റ്റി എപ്പോഴും നോക്കിയിട്ട് വേണം പോത്തിൻ്റെ അടുത്തായാലും പശുവിൻ്റെ അടുത്തായാലൊക്കെ നിൽക്കാൻ കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ പോത്തുക്കുട്ടന്മാർ അവിടെ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഡെയിലി വ്ളോഗുകളും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതും ഇടാം. നമ്മുടെ പോത്ത് ജീവിതവും പശുവിൻ്റെ കൂടെയൊക്കെ അതും ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടാം കേട്ടോ. മിക്കൂസ് അവിടെ നിൽക്കുമ്പോൾ ഇവിടെ വരണം പറഞ്ഞിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പറയണം വീട്ടിൽ പോവാ പറയാണ്. ഇപ്പോൾ ഇതാ പോത്തുകൾ മേയട്ടെ കേട്ടോ. നമ്മളുടെ സ്ഥിരം വ്ളോഗ് കാണുന്നവർക്ക് അറിയാം കേട്ടോ. ഇവർ കഴിഞ്ഞ ദിവസം നട്ടുപാടത്തിൽ നിന്ന് മേയുന്നത് നമ്മുടെ സ്ഥിരം വ്ളോഗ് കാണുന്നവർക്ക് അറിയാം. അതവരില്ലേ ഈ വഴിയിൽ കൂടെ വന്നിട്ട് ഇറങ്ങും കേട്ടോ. ഇതിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ട ആ പാടങ്ങൾ, ഈ പാടങ്ങളിൽ കൂടെയാണ് അങ്ങനെ പോവുക. അവരെത്താ ഇവരെങ്ങനെ ഇതിൽ കൂടെയൊക്കെ ഇറങ്ങി ഇവരെല്ലാ വഴിയും ഇവർ കണ്ടു വെച്ചിട്ടുണ്ട്.
എന്താ ഇനിയിപ്പോൾ അപ്പുറത്ത് എത്തിയ പാടുമായിട്ടാണ് ഇവരിതിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടാണ് ഈ കൊടും കാട്ടിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടാണ് മേയുന്നത്. നമ്മൾ വീഡിയോ എടുക്കുക വെച്ചിട്ട് വന്നതാണ് കേട്ടോ. അതാ പൂത്തുകൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാണുന്നതൊക്കെ പാടമാണ്. ഇവർ മേയാനൊന്നും ഇല്ലാണ്ടാവുമ്പോൾ ഇവരൊന്നും മേയാനില്ലാണ്ടാവുമ്പോഴാട്ടോ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് വരുന്നത്. പച്ചപ്പ് തേടി വരിക പറയില്ല, അതുപോലെ പച്ചപ്പ് തേടി വന്നിട്ട് ഇതാ ഇവിടെ നിന്നിട്ട് മേയുണ്ട്. ഇനി ഇവരത് ഇറങ്ങുമോ? ഞാനിവിടെ നിൽക്കും, അവരങ്ങനെ മുന്നേ ഇവിടെ തന്നെ മേയും. പിന്നെ ഞാൻ സമയം പൊന്നിനെ വിളിക്കുമ്പോഴാണ് ഞാട്ടിട്ട് വരുന്നത്. ഇവിടെ തന്നെ വന്ന് മേയുന്നു. അപ്പോൾ ഇവർ സ്ഥിരം എന്നവനെ പിടിച്ചോ, ഇവർ സ്ഥിരം മേയുന്ന സ്ഥലമാണിത്. ബാ കണ്ട ഇവിടെ ഫുൾ പച്ചപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടാണ് മേയുന്നത്. അത് വേണ്ടൊരു സ്വത്ത് വളർത്തി ഒന്ന് കിട്ടിയോ? ആര് പിടിച്ചു? താങ്ക്സ് പറ. വെൽക്കം സ്വത്തു. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, പാമ്പുണ്ടാവും. അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.